ഗ്രേസ് ടൈമിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡേ അങ്ങനെ തന്നെ പറയാം. അങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ. കാരണം നിങ്ങളുടെ ഓരോ ലൈക്കും നമ്മുടെ വീഡിയോയുടെ ഗ്രോത്തിന് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോയിട്ട് വരാം. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ ഉണ്ടാവുമല്ലോ അല്ലെ. അങ്ങനെയുള്ളൊരു സ്പെഷ്യൽ ഡേ തന്നെയാണിത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. കാരണം ഇന്ന് നമ്മുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതും പെട്ടെന്ന് അറിഞ്ഞൊരു കാര്യമാണ്. അപ്പൊ അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഫുഡൊന്നും പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും നമുക്ക് ഉച്ചത്തേക്കുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. അപ്പൊ അതിനുള്ള ഇന്ന് ലഞ്ച് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് മുരിങ്ങപ്പൂവാണ് കേട്ടോ. മുരിങ്ങപ്പൂവിന്റെ തോരൻ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളതാണ്. പക്ഷേ മുരിങ്ങപ്പൂ എപ്പോഴും ഇങ്ങനെ മുരിങ്ങ ഒടിക്കാൻ ആരും സമ്മതിക്കില്ല. കാരണം ആ പൂവുണ്ടെങ്കിലല്ലേ മുരിങ്ങക്കായ ഉണ്ടാവുള്ളൂ. എന്നാൽ ഇത് നമ്മുടെ വീടിന്റെ ബാക്കിലെ ഇത്തയുടെ പറമ്പില് മുരിങ്ങയുടെ കൊമ്പ് വെട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്കിത് നല്ല ഇഷ്ടമാണെന്ന് അറിയുന്ന കാരണം ഇത്ത ഓരോന്നും ഇങ്ങനെ പൊട്ടിച്ച് എനിക്ക് കൊണ്ട് തന്നതാണ്. അപ്പൊ ഇന്നലെ വൈകുന്നേരം കിട്ടിയപ്പോൾ ഞാനത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ ഞാനിതെടുത്ത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ പുറത്ത് അരി അടുപ്പത്തിട്ട കാരണം വേഗം ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോറൊന്ന് ഊറ്റി വെക്കുകയാണ്. നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, ഒന്നരാടം ഇതുപോലെ പുറത്താണ് ഞാൻ ചോറ് വെക്കുക. പിന്നെ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് വെക്കേണ്ട കാര്യമില്ല. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതൊന്ന് തിളപ്പിച്ച് ഊറ്റിയാൽ മതി. എന്റെ സൗണ്ടിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോ വന്നപ്പോൾ കുറേ കമന്റ് വന്നു. എന്ത് പറ്റി, മൈക്കിന്റെ പ്രശ്നമാണോ, സൗണ്ടിന് എന്ത് പറ്റി എന്നൊക്കെ. പണ്ടേ മുതൽ എന്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ സൗണ്ട് പോകാറുണ്ട്. എന്നിട്ട് ഇങ്ങനെ കുറച്ച് ദിവസം റെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ സൗണ്ട് അതേപോലെ തിരിച്ചു വരികയും ചെയ്യും. അങ്ങനെ ലാസ്റ്റ് ഇയർ സൗണ്ട് ഒക്കെ പോയി ഒന്ന് സെറ്റായി. വെക്കേഷൻ ഇരുന്നപ്പോൾ നല്ല അടിപൊളി സൗണ്ട് ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ വീഡിയോസ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ വീക്കില് എനിക്ക് കുറച്ചധികം ട്രെയിനിങ് സെഷൻ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ടീച്ചേഴ്സിന് വെക്കേഷനിൽ ട്രെയിനിങ് കൊടുക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ക്ലാസ് ഒക്കെ ആകുമ്പോഴാണ് ഈ വോയിസ് വീണ്ടും പോവാം. അപ്പൊ അങ്ങനത്തെ സെഷൻസ് ഇപ്പൊ നടക്കുന്നുണ്ട്. ഇനി അടുത്ത ആഴ്ചയുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വോയിസ് ഒക്കെ റെസ്റ്റ് എടുത്ത് നല്ല പഴയ ശബ്ദത്തിൽ തിരിച്ചു വരാം. അങ്ങനെ ഞാൻ വേഗം മുരിങ്ങപ്പൂവ് തോരൻ വെക്കാണ്. വെജിറ്റേറിയൻസിനാണെങ്കിൽ ഈ തോരൻ മുരിങ്ങപ്പൂ കൊണ്ട് മാത്രം ചെയ്യാം. അതിനകത്ത് കുറച്ച് മുരിങ്ങയില ഇട്ടിട്ട് ചെയ്യാം. പക്ഷെ നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ നമുക്ക് അതിന്റെ കൂടെ മുട്ടയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ കിടിലൻ ടേസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ മുട്ടയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നുമില്ല, മണ്ണിന്റെ ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞപ്പോൾ തേങ്ങ, സവോള, പച്ചമുളക്, മഞ്ഞൾപ്പൊടി ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ശരിയായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മുടെ മുരിങ്ങപ്പൂ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. വെള്ളമൊന്നും തളിക്കണ്ട, അതിങ്ങനെ പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ. അപ്പൊ നമ്മുടെ കയ്യിലുള്ള അളവനുസരിച്ച് അതിലേക്ക് നമുക്ക് എന്താന്ന് വെച്ചാൽ മുരിങ്ങയില വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ അതല്ല ചേർത്ത് കൊടുക്കുന്നത്, മുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിക്കുന്നത്. മുട്ട ഇതിന്റെ ഉള്ളിലേക്ക് ചേർന്ന് കഴിയുമ്പോൾ മുട്ടയാണെന്ന് ആരും അറിയൂല. എന്നാൽ ഈ ഒരു തോരന്റെ ടേസ്റ്റ് വേറെ ഒന്നിനും നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. കാരണം എപ്പോഴും കിട്ടുന്നതല്ലല്ലോ. മുരിങ്ങപ്പൂവൊക്കെ വളരെ റെയറായിട്ട് കിട്ടുന്നതല്ലേ. കിട്ടുന്ന സമയത്ത് അങ്ങനെ മുരിങ്ങപ്പൂവൊക്കെ നമുക്ക് റെയറായിട്ട് കിട്ടുന്നതല്ലേ. കിട്ടുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല കിടിലൻ ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പൊ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാറ്റും മഴയും ഒക്കെ വരുന്ന സമയത്ത് ഒരു കൊമ്പൊക്കെ ഒടിഞ്ഞ് കിട്ടിയാൽ ഇങ്ങനെയും ചെയ്യാം കേട്ടോ. കൊമ്പ് പോകുമ്പോൾ വിഷമാണ്, എന്നാലും നമുക്ക് കിട്ടുമ്പോൾ ഇങ്ങനെയും ചെയ്യാം എന്ന് പറഞ്ഞെന്ന് മാത്രം. അപ്പൊ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ പറഞ്ഞു ആ മുട്ടയൊക്കെ ഒന്ന് നന്നായി സെറ്റായി വരുമ്പോഴാണ് കേട്ടോ മുരിങ്ങപ്പൂവൊക്കെ നമ്മൾ ഇട്ട് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കുന്നത്. കാരണം ഇതിനധികം വെന്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പോ നേരെ തിരിച്ചും നമുക്ക് ചെയ്യാം. മുരിങ്ങപ്പൂവൊക്കെ ഇട്ടൊന്ന് റെഡിയായി കഴിഞ്ഞിട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ ഒന്ന് എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ തോരനൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് പേര് വരുന്നുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ വീട് പണിതിട്ട് 4 വർഷമാവുന്നു. ആ 4 വർഷത്തിന്റെ ഉള്ളിൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഏറ്റവും അധികം എത്തുന്ന ഗസ്റ്റ് ഇവര് തന്നെയാണ് കേട്ടോ. അതായത് ഗസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല,
ഈ വീട്ടിൽ ഒരു സാറ്റർഡേ സൺഡേ ഉണ്ടെങ്കിൽ സ്ഥിരമായി എത്തുന്നത് ആരാണ്? സാധാരണ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം. അതുപോലെ പതിവ് തെറ്റിക്കാതെ ഇന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ നമുക്ക് പ്രിയപ്പെട്ടവരെത്തുന്നത്. ഞാൻ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇന്നലെ ക്ലീൻ ചെയ്ത് ചെമ്മീൻ വെച്ചിട്ടുണ്ടായിരുന്നു. പ്രോൺസ് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ, പക്ഷെ ചിലർക്കെങ്കിലും അത് അലർജിക് ആണെന്നും കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ദൈവം സഹായിച്ച് ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. അതുകൊണ്ടാണ് പ്രോൺസ് ഞാൻ ഇന്നലെ വാങ്ങിച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് വാങ്ങുന്നത് പതിവില്ല. കാരണം എനിക്കത് ചൂടുവെള്ളത്തിലിട്ട് അതിൻ്റെ ഉള്ളിലെ ഒരു നേർത്ത ഒരു ഞരമ്പ് പോലെ കിട്ടില്ലേ, അതുവരെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഇഷ്യൂസ് വയറിനുണ്ടാവോ എന്നൊക്കെ തോന്നുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ക്ലീൻ ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനി ചെമ്മീൻ നമ്മൾ ഇപ്രാവശ്യം റോസ്റ്റ് ചെയ്ത് വെക്കാനാണ് പോകുന്നത്. ചെമ്മീൻ റോസ്റ്റ് ഞാൻ ഒറ്റയ്ക്ക് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ ചില റെസിപ്പിക്ക് നല്ല ഡിമാൻഡാണ്. അങ്ങനെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ചെമ്മീൻ റോസ്റ്റ് വെച്ച് ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക്. അത് ആ കൊറോണ കാലം മുതൽ തന്നെ ഇത് വീണ്ടും ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മുടെ ചിക്കൻ റോസ്റ്റ് ചെയ്ത് വെക്കുന്ന അതേ മെത്തേഡിൽ നാളികേര കൊത്തും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കുന്നത്. അതായത് വെളുത്തുള്ളിയും ഇഞ്ചി ചതച്ചതും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി, അതുപോലെ സവോള, നമ്മുടെ എന്താ പറയാ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ക്യൂബ് സൈസിൽ അരിയില്ലേ, അതുപോലെ അരിഞ്ഞെടുത്തത്. ഇതെല്ലാം നന്നായിട്ട് എണ്ണയിൽ വഴറ്റിയെടുക്കണം. വഴറ്റി ആ ഒരു കളറ് മാറുന്ന സമയത്ത് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ അതൊക്കെ ഒന്ന് നന്നായി ചേർത്ത് ആ ഒരു കളറ് മാറി എത്തുന്ന സമയത്തേക്കാണ് നമുക്ക് സ്പൈസസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നാലാണ് നമ്മൾ വിചാരിച്ച ടേസ്റ്റിലേക്ക് കിട്ടുള്ളൂ. പിന്നെ എന്തിൽ വെക്കുന്നേക്കാളും ചെമ്മീൻ റോസ്റ്റ് മൺചട്ടിയിൽ തന്നെ വെച്ചാലാണ് നല്ല ടേസ്റ്റ് കിട്ടുക കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മൺചട്ടിയിൽ തന്നെ ഇത് ചെയ്തെടുക്കുന്നത്. ഈ ഒരു കളറ് മാറണം എന്ന് പറഞ്ഞത് ആ കളറ് മാറിയാൽ തന്നെയാണ് നമ്മുടെ ആ ഒരു റോസ്റ്റിന് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പൊ ആ എണ്ണയിൽ കിടന്ന് അധികം എണ്ണയൊന്നും വേണ്ട, ആ എണ്ണയിൽ കിടന്ന് മൺചട്ടി ആകുമ്പോൾ അതിങ്ങനെ വഴണ്ട് നമുക്ക് വരും. അതിലേക്ക് നമ്മൾ അതിന് വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ പറഞ്ഞു, തക്കാളി, സവോള, വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ കറിവേപ്പില, പച്ചമുളക് അരിഞ്ഞത്, ഇതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെ നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്തേക്ക് നമുക്ക് അതിനേക്കത്തേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്താൽ പെട്ടെന്ന് നമുക്കിതൊന്ന് വഴണ്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഉപ്പും കൂടെ ചേർത്ത് ഞാനിത് വഴറ്റിയെടുത്തിട്ട് ഇനി നമ്മൾ സ്പൈസസ് ആണ് ചേർത്ത് കൊടുക്കുക. സ്പൈസസ് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി കളറിന് വേണ്ടി നമുക്ക് വേണ്ടത് കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. അത് നമ്മൾ ചിക്കൻ റോസ്റ്റ് വെക്കുന്ന പോലെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ വീട്ടില് കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം എരിവുള്ള പച്ചമുളക് വാങ്ങണ പതിവേ ഇല്ല. എരിവ് വേണമെങ്കിൽ നമ്മളതിന് എരിവുള്ള പച്ചമുളക് എന്നല്ലേ, എരിവുള്ള മുളക് പൊടി വാങ്ങണ പരിപാടിയേ ഇല്ല. നമുക്ക് എരിവ് വേണമെങ്കിൽ പച്ചമുളകാണ് അരിഞ്ഞ് ചേർക്കുക. അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി വഴറ്റിയെടുക്കാം, പിന്നെ നമുക്കൊന്നുമില്ല, പ്രോൺസ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ആ സമയത്ത് നമ്മൾ നാളികേര കൊത്തും കൂടെ വഴറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പറയാൻ വിട്ടുപോയതാണ് കേട്ടോ ഞാൻ. നമ്മുടെ ഈ ഒരു സവോളയൊക്കെ വഴറ്റുന്ന സമയത്ത് തന്നെ നാളികേര കൊത്ത് നമുക്ക് വഴറ്റിയെടുക്കുക. നമ്മൾ ബീഫ് റോസ്റ്റ് ഒക്കെ തയ്യാറാക്കില്ലേ, ബീഫ് റോസ്റ്റ് നാളികേര കൊത്തിട്ടിട്ട് ചെയ്യില്ലേ, അതുപോലെ തന്നെ ഇതിൽ നമുക്ക് നാളികേരത്തിന്റെ കൊത്തുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾക്ക് എത്രയാണോ ചെമ്മീനുള്ളത് അതനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, ചെമ്മീനിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു കാഴ്ച കാണുമ്പോഴാണ്. കാരണം നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ മക്കളെ കഴിക്കുക എന്നുള്ളത്. ഇത് വേറൊന്നുമല്ല, പാത്രം കൊണ്ടുവന്നിട്ട് ഈ മുട്ടയും നമ്മുടെ മുരിങ്ങപ്പൂവും കൂടെയുള്ള തോരനില്ലേ, അതെടുത്തുകൊണ്ട് പോണ പരിപാടിയാണ്. മുരിങ്ങയില തോരൻ വെച്ചാൽ സാധാരണ ഈ പിള്ളേര് കഴിക്കില്ല, അല്ലെങ്കിൽ ഇലക്കറികളൊന്നും കഴിക്കില്ല. നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാം, അവരൊക്കെ കഴിക്കുന്നേ. ആ ടേസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ച് നോക്കിയാൽ മതി. അങ്ങനെ അത് അവരിടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയി കഴിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് സുർനൂന് ഈ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന പലഹാരങ്ങളെക്കാളും ഇഷ്ടം ഈ നാടൻ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. സത്യത്തിൽ എൻ്റെ യൂട്യൂബ് ചാനലിന്റെ പിറവിയും അത് തന്നെയാണ്. കൊറോണ കാലത്തെ മക്കൾക്ക് ഈ നാടൻ സ്നാക്സ് ഉണ്ടാക്കി കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്.
ആ നേരം കൊണ്ട് ഞാൻ എയർ ഫ്രയറിൽ നമ്മൾ ഒരു 3-4 വറ്റൽ മുളക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നുമല്ല, ചുട്ടരച്ചൊരു ചമ്മന്തി. നാടൻ ലഞ്ചാണല്ലോ നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യണേ. അപ്പോൾ ഒരു ചുട്ടരച്ച ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ കിടിലൻ ടേസ്റ്റ് ആവും. എന്തൊക്കെ ആയാലും എൻ്റെ അമ്മ അമ്മിക്കല്ലിൽ അരച്ച് തരുന്ന ചമ്മന്തിയുടെ രുചിയൊന്നും ഇതിനില്ല കേട്ടോ. നമുക്ക് മിക്സിയിൽ അരച്ച് കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും അതിന്റെ മാക്സിമം നമുക്ക് ചെയ്യാൻ നോക്കാം. അങ്ങനെ ചമ്മന്തി ചുട്ടരച്ച് ചമ്മന്തിയും ഇവിടെ റെഡിയാണ്. നമുക്ക് ഇന്ന് ലഞ്ചിന് വേണ്ട അത്യാവശ്യം പ്രിപ്പറേഷൻസ്, ഒരു തോരനും ഒരു ചെമ്മീൻ റോസ്റ്റും ഈ നാളികേര ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഉച്ചത്തേക്കുള്ള ഊണിലുള്ള കറികളൊക്കെ ഇവിടെ റെഡിയാണ്. ഇങ്ങനെ സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ വീടിന്റെ ക്ലീനിങ്ങും കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ സമയം കിട്ടും കേട്ടോ. അതിനുവേണ്ടി ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് ഇനി ഒരു പരിപാടിയും കൂടെ ബാക്കിയുണ്ട്. ഒന്ന് പായസം വെക്കാം. ഇന്ന് വരുന്നവർക്ക് കൊടുക്കാൻ നമുക്കൊരു മധുരം എന്ന് വെച്ചിട്ട് പായസം തന്നെയാണ് വിചാരിച്ചത്. പായസം ഉണ്ടാക്കാനായിട്ട് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് സേമിയ കുക്കറിൽ വെക്കുന്നത്. പായസം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും എളുപ്പം സേമിയ പായസം ഉണ്ടാക്കാനാണ്. എന്നാൽ അതിനെ കുറച്ചുകൂടി എളുപ്പമൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിലാണ് ചെയ്യുക. അതായത് നെയ്യ് കുറച്ചൊന്ന് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ സേമിയ ഇട്ട്, റോസ്റ്റഡ് ആണെങ്കിലും റോസ്റ്റഡ് അല്ലെങ്കിലും സേമിയ ഇട്ട് ഒന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് മികച്ച വെള്ളം, ഒരുപാടല്ല, ഒപ്പത്തിനൊപ്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ചു വെച്ച് ഒരു ഒറ്റ വിസില്, ആ ഒറ്റ വിസിലില് നമ്മുടെ സേമിയ കുക്കായി സെറ്റായിട്ട് കിട്ടും. അപ്പോൾ പാലിലിട്ട് വേവിക്കുന്ന സമയം വരെ നമുക്ക് ലാഭിക്കാം. നിങ്ങൾ ഇതുപോലെ സേമിയ പായസം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ആ സമയം മതി. നമുക്ക് വേണമെങ്കിൽ കാരമലൈസ് ചെയ്തിട്ട് ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പോലും ഈ ടൈം നമുക്ക് ധാരാളമാണ്. അങ്ങനെ ഒറ്റ വിസിലില് നമ്മുടെ സേമിയ ഇവിടെ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി വേറൊന്നുമില്ല, വേഗം പാലൊന്ന് തിളപ്പിച്ചെടുക്കാണ്. ഞാനിപ്പോ ഒരു 1.5 ലിറ്റർ പാലിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. നല്ല നാടൻ പശുവിന്റെ പാല് നമ്മുടെ വീട്ടിൽ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ 1.5 ലിറ്റർ പാലാണ് ഞാൻ കണക്ക് ഉദ്ദേശിക്കണേ. പക്ഷെ 2 ലിറ്റർ പാല് ഞാൻ തിളപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി വേറെ ഒന്നുമില്ല, നേരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് പായസം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ തിളച്ച പാലും കാര്യങ്ങളും റെഡിയാണ്. അതുപോലെ തന്നെ നമ്മുടെ സേമിയ വേവിച്ചതും റെഡിയാണ്. ആ തിളച്ച് വന്ന പാലിലേക്ക് പഞ്ചസാര ഇട്ട് തിളപ്പിച്ചതിലേക്ക് നമ്മൾ സേമിയ കുക്കറിൽ നിന്ന് നേരെ അങ്ങോട്ട് കമഴ്ത്തി കൊടുത്താൽ മതി. അതിന് വേറെ ഒന്നും ചെയ്യണ്ട. ഇനി നിങ്ങളുടെ സേമിയ എങ്ങാനും വേവിക്കുമ്പോൾ കട്ടയായി പോയിട്ടുണ്ടെങ്കിൽ തണുത്ത വെള്ളം ജസ്റ്റ് ഒന്ന് തൂവി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് കിട്ടുകയും ചെയ്യും. ഇവിടെ അതൊന്നുമില്ല. നമ്മുടെ അളവ് കറക്റ്റ് ആണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടാണ് വെന്ത് കിട്ടുക. കൂട്ടി ഒട്ടോ അല്ലെങ്കിൽ കുഴഞ്ഞു പോവൊന്നുമില്ല കേട്ടോ. ഇനി ഇത് വെറുതെ ഒന്ന് ഇളക്കി കൊടുത്താൽ തന്നെ നമ്മുടെ പായസം ഇവിടെ റെഡിയാണ്. അപ്പോൾ കുറച്ചുകൂടി പഞ്ചസാര വേണമായിരുന്നു. ഞാൻ ഒരല്പം പഞ്ചസാരയാണ് ആദ്യം ചേർത്ത് കൊടുത്തത്. അപ്പോൾ ബാക്കിയുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി പാല് നമ്മുടെ ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് പാലൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പാല് ചേർത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുറച്ച് തിളപ്പിച്ച പാല് വെക്കുന്നത് നല്ലതാണ്. കാരണം ചില സമയത്ത് തണുക്കുമ്പോൾ ഇത് ഭയങ്കര കട്ടിയായിട്ട് പോവുകയാണെങ്കിൽ മാത്രം നമുക്ക് ചേർത്തൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ അതിലേക്ക് തണുത്ത പാൽ ഒഴിച്ചിട്ട് വീണ്ടും തിളപ്പിക്കരുത്. ചൂടുപാല് ചേർത്ത് തന്നെ ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. അപ്പൊ തന്നെ നമ്മുടെ പായസം റെഡി ആയിട്ട് കിട്ടും. വേണമെങ്കിൽ നമുക്ക് മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തിട്ട് അതൊന്ന് തിക്കാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഉച്ചത്തെ ലഞ്ചും പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്തേക്ക് നമ്മുടെ ആൾക്കാർ വന്നിട്ടോ. ഒന്നുമല്ല, ഞാൻ കഴിഞ്ഞ വർഷം പഠിപ്പിച്ച ഞാൻ ക്ലാസ് ടീച്ചറായിരുന്ന ക്ലാസ്സിലെ എൻ്റെ മക്കളാണ്. 10ാം ക്ലാസ് ബിയിൽ പഠിക്കുന്ന എൻ്റെ മക്കള്. അവരെല്ലാവരും രാവിലെ വിളിച്ചു പറഞ്ഞു ഇന്ന് ഉച്ച കഴിയുമ്പോൾ ഞങ്ങൾ എത്തുന്നുണ്ടെന്ന്. അങ്ങനെ അവരെത്തുന്നതാണ് കേട്ടോ. അവരൊരു 3 മണിക്ക് എത്തുമെന്ന് പറഞ്ഞേ. അത് കാരണമാണ് ലഞ്ചും കാര്യങ്ങളൊന്നും ഇവിടെ റെഡി ആവാത്തത്. അപ്പൊ ഇങ്ങനെ മക്കൾ ഇവിടെ വീട്ടിലേക്ക് വരികയെന്ന് വെച്ചാൽ അതൊരു വലിയ സന്തോഷമാണ്. എന്താ പറയാ, എനിക്കതെങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 വർഷമായിട്ട് നമ്മൾ വീട്ടില് താമസത്തിന് കയറിയിട്ട് ഇതില് ഒരു സാറ്റർഡേ സൺഡേ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബാച്ചിൽ പഠിപ്പിച്ച കുട്ടികൾ ഇങ്ങനെ ഓടിയെത്തും. ഇങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് പായസമൊക്കെ കുടിച്ചിട്ട് പെൺകുട്ടികളെല്ലാവരും മുകളിലേക്ക് കയറി ഒരു വട്ടം കൂടി ഇരുന്ന് ഡംഷറാച്ച് കളിക്കാണ്. ഗുരുകുല എന്ന് തോന്നൂലേ? ഈ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഞാനും ഉണ്ട് കൂടെ. എനിക്കൊരു ടാസ്ക് തന്നതാണ് ഡംഷറാച്ചിലൊരു സിനിമയുടെ പേര് പറയാൻ. ഞാൻ കഷ്ടപ്പെട്ട്
എന്താ പറയാ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചെയ്യുന്ന കണ്ടിട്ട് എന്റെ മക്കൾ വേഗം ഐഡന്റിഫൈ ചെയ്തു കേട്ടോ. പേര് പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ താഴെ അവര് എത്തുമ്പോ ബോയ്സ് എല്ലാം കൂടെ താഴെ നിന്ന് ക്യാരംസ് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. പുറത്തുനിന്നുള്ള ഈ ഒരു ഡിസ്കഷൻ, ഇനി എന്നാണ് മിസ്സേ നമുക്ക് വീട്ടിൽ ഒരുമിച്ച് കൂടാ, ഓണത്തിന് കൂടിയാലോ, ഓണത്തിനാണെങ്കിൽ എങ്ങനെ കൂടണം, അങ്ങനെയൊക്കെയാണ്. 10ാം ക്ലാസ് കഴിയുമ്പോൾ കുറെ പേരൊക്കെ സ്റ്റേറ്റ് സിലബസിലേക്കൊക്കെ മാറും, അല്ലെങ്കിൽ ദൂരേക്ക് കോച്ചിങ്ങിനൊക്കെ പോകും, അങ്ങനെയൊക്കെ ആവുമല്ലോ. അപ്പൊ ആ ഒരു ഇനി എങ്ങനെയാണ് നമ്മൾ കൂട്ടിമുട്ടാന്നുള്ള ചർച്ചയാണ്. അത് കഴിഞ്ഞ് കയറി വന്ന് വീണ്ടും മക്കളും ഇവരും എല്ലാവരുടെ കൂടിയിരുന്ന് കുറച്ചു നേരം കാഴ്ച കളിച്ചു. നമ്മുടെ ആൺകുട്ടികൾ ഇരുന്നിട്ടും മൊബൈലിലുള്ള ഗെയിമൊന്നും അല്ല കേട്ടോ, അവരും അവരുടേതായ ഗെയിമുകളും പ്ലാനിങ്ങുകളും ഒക്കെയാണ്. അങ്ങനെ ഈ വീടിന്റെ സന്തോഷം ഇങ്ങനെയാണ്. പഠിപ്പിക്കുന്ന കുട്ടികളോട് എത്തിച്ചേരുക, അപ്പോഴാണ് ഒരു അധ്യാപിക എന്ന രീതിയിൽ നമുക്ക് ഒത്തിരി സന്തോഷം തോന്നും. അവരുടെ മനസ്സിൽ നമ്മൾ ആരൊക്കെയോ ആണ് എന്ന തോന്നലും, അല്ലെങ്കിൽ നല്ലൊരു അധ്യാപിക ആവാൻ പറ്റി എന്ന ചരിതാർത്ഥ്യമൊക്കെ ഇപ്പോഴാ തോന്നാം. അങ്ങനെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങള്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗ്രേസ് ടൈം. താങ്ക് യു.